നമസ്കാരം. നമ്മുടെ രാജ്യം ഓരോ ദിവസവും വളരുന്നുണ്ട് എങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനം കുറച്ചുകൂടി ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണ്. കാരണം കുറ്റവാളികൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും കോടതിയുടെ മുമ്പാകെ കള്ളത്തെളിവുകളൊക്കെ ഹാജരാക്കിയും ജാമ്യങ്ങൾ നേടുന്നത് നമ്മൾ കാണുന്നതാണ്. പ്രതിയാകുമ്പോൾ തന്നെ രോഗബാധിതൻ ആണെന്നും ക്യാൻസർ രോഗിയാണെന്നും ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്നുമൊക്കെ കോടതിയെ തെറ്റായി ഓരോ കാര്യങ്ങളും പറഞ്ഞ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുന്ന ഓരോ കാഴ്ചകളും ഓരോ വാർത്തകളും നമ്മൾ ഇന്ന് സ്ഥിരമായി കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ എടുത്താൽ തന്നെ നമുക്കറിയാം. അങ്ങനെ കാരണം കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു മാനുഷിക പരിഗണന പ്രതികൾക്ക് വേണമെന്ന് കോടതി പറഞ്ഞതുകൊണ്ടാണ് ആ മാനുഷിക പരിഗണനയെ പ്രതികൾ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ പഴുത് വെച്ചിട്ടാണ് കുറ്റവാളികൾ കൂടുതലായി ജാമ്യങ്ങൾ നേടുന്നത്. അത് ഒരു നീതിന്യായ സംവിധാനത്തിൽ ഒരു തെറ്റായ ഒരു സന്ദേശം നൽകും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് മാറ്റേണ്ടത് അനിവാര്യമാണ്. ഇത് തന്നെയാണോ രാജ്യത്തെ കുറ്റവാളികൾ കൂടാനുള്ള ഒരു പ്രധാന കാരണമെന്ന് സംശയിക്കേണ്ടി വരുന്നു. കാരണം കുറ്റകൃത്യം ചെയ്യുന്നു, കേസ് കോടതിയിലേക്ക് പോകുമ്പോൾ ഞാൻ രോഗബാധിതനാണ് എന്നുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൊണ്ട് ഒരു മെഡിക്കൽ രേഖ കോടതിയിൽ മുമ്പാകെ ഹാജരാക്കുന്നു. അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്നും പ്രതി നേടുന്നു. അങ്ങനെ സ്വതന്ത്രനായി രാജ്യത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്നത് ഒരു തെറ്റായ ഒരു സന്ദേശം ജനങ്ങൾക്ക് അല്ലെങ്കിൽ കോടതി ജനങ്ങൾക്ക് നൽകുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. രാജ്യത്ത് ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് വേട്ട നടത്തുന്ന ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു പ്രധാന തെളിവാണ് നാസിക്കിലെ TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസ്. രാജ്യത്തെ ഒരു വലിയ വ്യവസായിക കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന TCSലെ സംഭവങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലും അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്കാണ് ആക്കം കൂട്ടുന്നത്. നമുക്കറിയാം, ടാറ്റയുടെ കൈമുദ്ര പതിപ്പിക്കാത്ത ഒരു സ്ഥാപനവും അല്ലെങ്കിൽ ഒരു കേന്ദ്രവും നമ്മുടെ രാജ്യത്തില്ല എന്നാണ്. അതായത് ഈ കോമ്പറ്റേറ്റീവ് എക്സാം മുതൽ സ്വർണ്ണ ബിസിനസ് വരെ എല്ലാ മേഖലകളിലും ടാറ്റയുടെ പേരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയാണ് ഏവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം ടാറ്റയുടെ നാസിക്കിൽ അരങ്ങേറിയത്. ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനവും ലവ് ജിഹാദും നടത്താൻ ശ്രമിച്ച നിദാ ഖാൻ എന്ന പെൺകുട്ടി ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ കോടതിക്ക് മുമ്പാകെ നിരത്തിയ ന്യായം എന്താണെന്നാൽ അവർ ഗർഭിണിയാണ് എന്നാണ്. കുറ്റവാളി എന്ത് കുറ്റം ചെയ്താലും മാനുഷിക പരിഗണന പ്രധാനമാണെന്നാണ് കോടതിയുടെ നിയമം. ഈ പഴുതാണോ കുറ്റം ചെയ്തവർ ഉപയോഗിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടതിയുടെ ജാമ്യത്തിന് വേണ്ടി കുറ്റവാളികൾ ഉപയോഗിക്കുന്ന കോടതി പഴുതാണോ ഇവിടെയും ഉപയോഗിക്കുന്നത് എന്നൊരു സംശയമുണ്ട്. എന്തായാലും നിദാ ഖാന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിച്ചപ്പോൾ ഗർഭിണിയാണ് എന്ന മെഡിക്കൽ കണ്ടീഷനിൽ ജാമ്യം വേണമെന്ന് നിദാ ഖാന്റെ അഭിഭാഷകൻ വാദിച്ചപ്പോൾ ഇവർ ടൂർ പോയ ഫോട്ടോഗ്രാഫുകൾ കാണിച്ചാണ് പ്രോസിക്യൂഷൻ ഇവരുടെ ജാമ്യം നിഷേധിക്കാൻ ആവശ്യപ്പെട്ടത്. ഇതോടെ കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അപ്പോൾ ഗർഭം എന്നത് ജാമ്യം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വളഞ്ഞ വഴിയാണോ എന്നൊരു സംശയം അന്ന് മുതൽ, അതായത് ഇന്നലെ മുതൽ ഉയരുകയാണ്. കാരണം ഒരു ഗർഭിണിയായ ഒരു യുവതി സ്വാഭാവികമായും ടൂർ പോകത്തില്ല. കാരണം യാത്രയൊക്കെ ചെയ്ത് ടൂറിനൊക്കെ ഉല്ലസിക്കാനായിട്ട് പോവില്ല. ഒരു ഗർഭിണിക്ക് സ്വാഭാവികമായിട്ടും റെസ്റ്റാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. എന്തായാലും ആ ഗർഭിണിയായ ഒരു യുവതി സ്വാഭാവികമായി ടൂറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സന്ദർശിക്കാനോ ഒന്നും പോകത്തില്ല. ഈ ഒരു കള്ളത്തനമാണ് നിദാ ഖാന്റെ കാര്യത്തിൽ ഇന്നലെ പൊളിഞ്ഞത്. ഇപ്പോൾ കുംഭമേളയിൽ വൈറലായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കേസിലും ഗർഭിണിയാണെന്ന വാദമാണ് ഉയർത്തപ്പെടുന്നത്. ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യമുയർത്തി മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നതോടെയാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ എന്ന യുവാവ് പെൺകുട്ടി ഗർഭിണിയാണ് എന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അടക്കം പറയുന്നു. മധ്യപ്രദേശ് പോലീസ് അടക്കം പറയുന്നു. പെൺകുട്ടി വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചു, വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു എന്നടക്കം മധ്യപ്രദേശിലെ പോലീസ് അടക്കം പറയുന്നു. അവിടുത്തെ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, മധ്യപ്രദേശിലെ സർക്കാർ സംവിധാനങ്ങൾ അടക്കം പറയുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അടക്കം പറയുമ്പോഴും കേരളത്തിലെ കമ്മികൾ പറയുന്നു ഇല്ല, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതാണ്, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതുകൊണ്ടാണ് CPM തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കല്യാണം നടത്തിയത്. അതായത് CPMന് മാട്രിമോണിയും കൂടെ ഉണ്ട് എന്ന കാര്യം ഇപ്പോഴാണ് പുറത്തേക്ക് അറിഞ്ഞത്.
16 വയസ്സുകാരി വിവാഹം കഴിച്ചത് മുസ്ലിം യുവാവായ ഫർമാനെതിരെ പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളാണ് മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനു പുറമെ ഗർഭിണിയാക്കി എന്നതിന്റെ പേരിൽ വേറെയും കേസെടുക്കും. ഇനി കുട്ടി ജനിച്ചു എന്ന് കരുതുക. ഈ കുട്ടിയെ വളർത്താനുള്ള മുഴുവൻ ചുമതലയും ഫർമാന്റെ ചുമതലയിൽ ആയിരിക്കും. അതായത് ഫർമാന് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ നോക്കിയാലും അതിനും ഒരു കേസുണ്ടാകും. ആ കേസിന്റെ വകുപ്പും മാറും. അങ്ങനെ പീഡനം എന്നുള്ള ഒരു കേസിലേക്കും കാര്യങ്ങളെത്തും. അതായത് ഒരു കാര്യം ഉറപ്പാണ്, ഇന്നിപ്പോൾ DGP തന്നെ മധ്യപ്രദേശ് DGPക്കും അതോടൊപ്പം തന്നെ SC/ST കമ്മീഷനും അടക്കം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. വൈറൽ താരം, കുംഭമേളയിൽ വൈറൽ താരം എന്ന് പറയുന്ന ആ പെൺകുട്ടി പ്രായപൂർത്തിയായതാണ്. എല്ലാ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും അടക്കമുള്ള ഗവൺമെന്റ് രേഖകളെല്ലാം പരിശോധിച്ചു. ആ പരിശോധനയിൽ ഒരു കുഴപ്പമൊന്നും ഇല്ല എന്നത് കണ്ടിട്ടാണ് CPM-ലെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഈ കല്യാണം കഴിപ്പിച്ചത് എന്നാണ് DGP റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തറപ്പിച്ച് പറയുകയാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നത്. അതിൽ പരം ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു രേഖ വേറെ ഏത് രേഖ മുന്നിലേക്ക് വെച്ചാലും തെളിയിക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.